എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നന്ദി. നമുക്ക് ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയ വിഷയം ചർച്ച ചെയ്യാനുണ്ട്. എന്താണ്? മോഹൻലാൽ അത്യാസന്ന നിലയിൽ അമൃത ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ICUവിലാണ് എന്നൊക്കെയാണ് യൂട്യൂബ് മുഴുവൻ ചർച്ച. എന്തിന്? ചാനൽ പോലും ബ്രേക്ക് ചെയ്തിരിക്കണം. എന്താണ്? മോഹൻലാലിൻ്റെ യഥാർത്ഥ ബുള്ളറ്റിൻ ഇറങ്ങി, അടുത്ത ബുള്ളറ്റിനായിട്ട് ജനം കാത്തിരിക്കുന്നു. ഒരുപാട് പ്രാർത്ഥനയോടെ നമ്മുടെ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ അമ്പലങ്ങളിൽ വഴിപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പലവിധ പ്രാർത്ഥനകൾ നടക്കണം. അതവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു കാര്യം പറയാം. അതും കൂടി കേട്ടിട്ട് വേണം നിങ്ങൾ ഈ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട്. അപ്പോൾ ഇതൊരു സസ്പെൻസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. എന്താണ്ടായി എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ടും ശക്തമായിട്ടും ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു സംഭവം, മോഹൻലാലിനെ കുറിച്ചുള്ള വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. മോഹൻലാലിന് എയ്ഡ്സ് എന്ന ഒരു പ്രമുഖ ദിനപത്രത്തിൽ തന്നെയാണ് വന്നത്. ആ എയ്ഡ്സിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി മോഹൻലാൽ എവിടെയാണ് കിടക്കുന്നത്? തൃശ്ശൂരുള്ള അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നാണ് പറയുന്നത്. ഇത് കേട്ട് ജനങ്ങൾ മുഴുവൻ നമ്മുടെ അമല ഹോസ്പിറ്റലിലേക്ക് ഒഴുകി. ഇവിടുന്ന് മാത്രമല്ല, തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ മുഴുവൻ അമൃത ആശുപത്രിയിലേക്ക് വന്നിട്ട് മോഹൻലാലിനെ അന്വേഷിച്ച് ഓരോ വാർഡിലും കയറി ഇറങ്ങുക. ലാസ്റ്റ് അവിടുത്തെ ഡോക്ടർമാർക്കും രോഗികൾക്കും ശല്യമായിട്ട് മാറി. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടെ മോഹൻലാൽ ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്, ചോദിക്കുന്നവരോട് ഫോൺ കോളും എല്ലാം. പക്ഷെ പത്രത്തിലുണ്ടല്ലോ മോഹൻലാലിന് എയ്ഡ്സ് ആണ്, അത് ചികിത്സിക്കാൻ വേണ്ടി അമലയിൽ എത്തിയിട്ടുണ്ട്, ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് കേട്ട് നമ്മൾ തൃശ്ശൂർകാരനാണല്ലോ, ഞാനും ചെന്നിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് കുറച്ച് ഇളനീര് വെക്കുന്നവർ, പെട്ടിക്കടക്കാർ, ഇവരൊക്കെ നമുക്കറിയാം. അവരെടുത്ത് നിന്ന് ആദ്യം അന്വേഷിച്ചു, ഇവിടെ മോഹൻലാൽ വന്നോ, ഇവിടെ മോഹൻലാൽ ചികിത്സയുണ്ടോ? ഈ പറയണത് പത്രത്തിൽ വരുന്നതും ഈ ആൾക്കാർ, അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാട്ടാ, സോഷ്യൽ മീഡിയയുടെ പൊടി പോലും ഈ രാജ്യത്തില്ല. ആ സമയത്താണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഉണ്ടോർന്നോ? അപ്പൊ ഈ പെട്ടിക്കടക്കാരൻ പറയണ്, അതെ മോഹൻലാൽ ഇവിടെ വന്നു, ഒരുപാട് കാറിൽ ആൾക്കാരിവിടെ വന്നു. പക്ഷെ ഇപ്പൊ ആള് എന്തുണ്ടായെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ചികിത്സ മാറ്റി ആളെ ഫോറിൻ രാജ്യത്തേക്ക് കൊണ്ടുപോയി. ഇന്നലെ കൊണ്ടുപോയത്. ഇവിടെ ആരും കാണിച്ചിട്ടില്ല, അതൊക്കെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാ, ആരോടും പറയില്ല എന്നൊക്കെ അദ്ദേഹം പറയണത്. ലാസ്റ്റ് നമ്മൾ അതിനുള്ളിലേക്ക് ചെന്നു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞാൽ നമുക്ക് വിശ്വാസമില്ല. അവിടെ ചെന്നെങ്കിൽ പിന്നെ മോഹൻലാലിനെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവരൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതൊരു ഫേക്ക് ന്യൂസായിരുന്നു എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസങ്ങളിലുള്ളിൽ മനസ്സിലായി. കേരളം മുഴുവൻ പടർന്നു പിടിച്ച ഒരു സംഭവമാണ് മോഹൻലാൽ നേഴ്സായിട്ട് അമല ആശുപത്രിയിൽ ചികിത്സയിൽ. അതുപോലെ തന്നെ മോഹൻലാലിനെ വിദേശത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു സംഭവമേ ഈ മോഹൻലാലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മോഹൻലാൽ അമലയിൽ വന്നിട്ടുമില്ല, ചികിത്സിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല, ഫോറിൻ രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ടുമില്ല. അപ്പോൾ ഈ മലയാളത്തിലുള്ള ജനങ്ങൾ ഒരാളെ എത്ര പ്രാവശ്യം കൊന്നിട്ടുണ്ട്, ഓരോരുത്തരെ എത്ര ആൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ മോഹൻലാലിനെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ് അന്നത്തെ ആ ന്യൂസ് സ്പ്രെഡായത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന കേരളത്തിൽ ഇപ്പം മോഹൻലാലിന് ഒരു ചെറിയ പനി വന്നപ്പോൾ, ഒരു പനി വരുമ്പോൾ അവരൊക്കെ സെലിബ്രിറ്റിയാണ്. നമുക്ക് മോഹൻലാലിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അവർക്ക് വരുമ്പോൾ ഒരു പനി വന്ന ഒരു മനുഷ്യന് ഒരു ആശുപത്രി പോകാൻ പാടില്ലേ? അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ ഇതിങ്ങനെയുള്ള ക്രൂശിക്കുന്ന അദ്ദേഹത്തിന്? അദ്ദേഹം ഒരു സെലിബ്രിറ്റിന്. അദ്ദേഹം ആശുപത്രിയിൽ ഒരു പനി വന്നപ്പോൾ ഒന്ന് ആശുപത്രിയിൽ പോയി. അപ്പോൾ ആ ഡോക്ടർമാർ ഒരു 5 ദിവസത്തെ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി, മോഹൻലാലിനെ റെസ്റ്റ് എടുക്കാനായിട്ട് ആശുപത്രിയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ മൂപ്പര് അപ്പോൾ പോകും ലൊക്കേഷനിലേക്കോ വേറെ എന്തെങ്കിലും പൊതുപരിപാടികളിലേക്കോ പോകും. അത് പോവാണ്ടിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ എന്തുണ്ടായി, എല്ലായിടത്തും നടക്കണതാണ്. ഒരു മനുഷ്യനാകുമ്പോൾ ഒരു പനിയൊക്കെ വരില്ലേ, ഒരു തലവേദനയൊക്കെ വരില്ലേ? അതിന് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ മോഹൻലാലിനെ ക്രൂശിക്കണോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന നടനാണ്, കേരളത്തിന് എന്നും അഭിമാനിക്കാവുന്ന നടനാണ്. പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു പ്രശസ്തിയില്ല. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അതുപോലെ നല്ലൊരു നടനാണ്. ഇന്ന് മലയാളത്തിൽ അദ്ദേഹത്തിനെ കവച്ചു വയ്ക്കാൻ മമ്മൂട്ടിക്ക് പോലും കഴിയില്ല എന്ന് ഞാൻ ഇവിടെ പറയുന്നു. മോഹൻലാലിനുള്ള കഴിവ് മമ്മൂട്ടിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ മമ്മൂട്ടിക്ക് പറ്റില്ല. മമ്മൂട്ടി ചെയ്യുന്ന പല കഥാപാത്രങ്ങളും വേണമെങ്കിൽ മോഹൻലാൽ ചെയ്യും. അതാണ് മോഹൻലാലിൻ്റെ കഴിവ്. ഈ കോമഡി ചെയ്യാൻ മമ്മൂട്ടിക്ക് പറ്റുമോ? ഒന്ന് നന്നായി ഒരു ഡാൻസ് ചെയ്യാൻ മമ്മൂട്ടിക്ക് പറ്റുമോ? ഒന്നും നന്നായി ശരീരം അണിയുന്നത് ഫൈറ്റ് ചെയ്യാൻ മമ്മൂട്ടിക്ക് പറ്റുമോ? പിന്നെ മമ്മൂട്ടി ആകെ ചെയ്യണ കാര്യം പെണ്ണുങ്ങൾ കരയണ പോലെ നിന്നങ്ങോട്ട് കരഞ്ഞ് മൂപ്പര് കാര്യം സാധിക്കും. അങ്ങനെയാണ് മൂപ്പര് സൂപ്പർ സ്റ്റാർ ആയതും മറ്റുള്ള കാര്യങ്ങളായതും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിഷയത്തിലേക്ക് വരാം. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, മോഹൻലാലിന് ഒരു കുഞ്ഞ പനി
അല്ലാണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു ഞാനിപ്പോൾ ഇതാണ് ഇങ്ങനെ എത്ര ശക്തമായി പറയേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ അവിടെ വാച്ച്മാനായിട്ട് നിൽക്കുന്ന ഒരാൾ നമ്മുടെ സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു. അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ജനങ്ങളെ കൊണ്ട് തൊഴിലില്ല, എല്ലാവരും മോഹൻലാലിനെ കാണാൻ വേണ്ടി വരിക. മോഹൻലാലിനാന്ന് വെച്ചാൽ ഒരു കുഞ്ഞ പനിയാണ്. നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ വെറുതെ മൂടി പതച്ച് ഒരു പണിക്കും പോകാണ്ട് വെറുതെ ഒരു ഗുളിയും കഴിക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞാൽ അത് മാറും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഡോക്ടർമാരെ നിർബന്ധം കാരണം മോഹൻലാലിനെ ബലമായിട്ട് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു. ആരാണ് ഈ ഫേക്ക് ന്യൂസ് പുറത്തു വിട്ടത് നമുക്കറിയില്ല. ഐസിയുലാണ്, അത്യസന്ന നിലയിലാണ്, അവിടെ അണുബാധയുണ്ട്, ഇവിടെ അണുബാധയുണ്ട്, ബുള്ളറ്റ് ഇങ്ങനെ മണിക്കൂറിൽ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്ത് നോക്കുന്നത് ഹിന്ദിയിൽ വരുന്നുണ്ട് ന്യൂസ്, തമിഴിൽ വരുന്നുണ്ട് ന്യൂസ്, കന്നഡത്തിൽ വരുന്നുണ്ട് ന്യൂസ്. അവിടെയൊക്കെ മോഹൻലാൽ അഭിനയിക്കുന്ന ആൾക്കാരാണെന്ന് മോഹൻലാലിനെ ഇവിടെ ഇന്ത്യ മുഴുവൻ അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്തിരിക്കുക. ഞാൻ ദയവ് ചെയ്തിട്ട് പറയണത്, മോഹൻലാലിന് ഒരു അസുഖമില്ല, ഒരു കുഞ്ഞ പനി മാത്രമുള്ളൂ. അല്ലാണ്ട് അദ്ദേഹം ICUവിലല്ല, ഇൻക്യുബേറ്ററിലും അല്ല, അതുപോലെ യാതൊരു വക പ്രശ്നമില്ല. നമ്മുടെ ലാലേട്ടന് ഒന്നും സംഭവിക്കില്ല. ഇപ്പം അടുത്ത കാലത്തൊന്നും അദ്ദേഹത്തിന് ഒരു അപകടം വരില്ല. അദ്ദേഹം ഈ കേരളത്തിന് വേണ്ടി, കേരള സർക്കാരിന് വേണ്ടി ഒരുപാട് ടാക്സ് കൊടുക്കുന്ന, ഒരുപാട് പൈസകൾ കൊടുക്കുന്ന, അദ്ദേഹം അഭിനയിച്ചതിൻ്റെ 3/4 പൈസയും ഈ ടാക്സ് ഇനത്തിൽ കൊടുക്കേണ്ട അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെയും പോയിട്ട് അത്ര 3 കോടി രൂപ മൂപ്പര് അവിടെ ഡൊണേറ്റ് ചെയ്തു, 25 ലക്ഷം വേറെ കൊടുത്തു. അപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനെ ദൈവമൊന്നും പെട്ടെന്ന് വിളിക്കില്ല. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. നമുക്കൊക്കെ വരുന്ന പോലെ തന്നെ ഒരു പനിയും ഒരു തലവേദനയും വന്നതും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ആരോഗ്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഡോക്ടർമാർക്ക് അത്രയധികം കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ആ ആശുപത്രിയിൽ ഒന്ന് പിടിച്ച് ബലമായി കെടുത്തിരിക്കുക. അദ്ദേഹത്തിന് ഇന്ന് വേണമെങ്കിൽ പോയിട്ട് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാം. അധികം ആൾക്കാരുള്ളടത്തേക്ക് പോകണ്ട. ഇപ്പോൾ ഒക്കെ ഈ പകർച്ചവ്യാധി പനിയാണ്. ഒന്നും നമ്മുടെ അടുത്ത് നിന്നൊന്ന് ചുമച്ചാൽ മതി, ആ പനി ആ ചുമ അങ്ങോട്ട് ഒരാൾക്ക് പകർന്നു കഴിഞ്ഞാൽ അപ്പം പനി വന്നു. അങ്ങനത്തെ കാലാവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് മോഹൻലാലിനെ വെറുതെ വിടുക. മോഹൻലാലിന് ഒരു അസുഖമില്ല. ഇതിപ്പോൾ ഞാൻ അമലയിൽ മോഹൻലാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ എയ്ഡ്സാന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ ഓടിച്ചെന്ന പോലെയാണ് ഉള്ളൊരു പരിപാടിയാണ്. നിങ്ങളില്ല, ദയവ് ചെയ്തിട്ട് സത്യാവസ്ഥ അറിയേണ്ട ആരും ഒന്നും റിപ്പോർട്ട് ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ സെലിബ്രിറ്റിന് സത്യാവസ്ഥ നമ്മുടെ മുമ്പിലേക്ക് വരും. ആ വരുന്നവരെ കാത്തിരിക്കാനുള്ള ഒരു ഇത് കാണും. 4 വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്ത കഥകൾ. മോഹൻലാലിൻ്റെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നമില്ല. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്. അദ്ദേഹം ഒരു പ്രശ്നമില്ലാണ്ട് അദ്ദേഹം ഇരിക്കുന്നു. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. മലയാളികളുടെ അഭിമാനമായ മോഹൻലാലിന് ഒരു അസുഖം വരില്ല. ഒരു 150 കൊല്ലം അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടും ആയുസ്സോടും സിനിമയിലും അഭിനയിച്ച് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് നമ്മൾ എന്നും മലയാളികൾ എന്നും പ്രാർത്ഥിക്കുന്നു. വ്യാജ പ്രചരണങ്ങളിൽ മലയാളികൾ വിശ്വസിക്കരുത്. അതെല്ലാം ഉഡായിപ്പാണ്. മോഹൻലാലിന് ഒരു അസുഖവുമില്ല.